നമസ്കാരം. ന്യൂസ് 25ലേക്ക് സ്വാഗതം. മലയാളികൾക്ക് കേരളപ്പിറവി ആശംസയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തിലെ തന്നെ വിരലിൽ എണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം ഉയരുകയാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വീണ്ടും മരണം. കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. ഈ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 12 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ സംസ്ഥാനത്തേക്ക് 330 കോടി രൂപയുടെ ഹവാല പണം എത്തിച്ചതായി കണ്ടെത്തൽ. ആദായ നികുതി വകുപ്പിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കൊച്ചി യൂണിറ്റാണ് പരിശോധന നടത്തിയത്. 100 കണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്താൻ നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിരുന്നു. ഇതിനിടെയാണ് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന് സമയക്രമമായി. പുലർച്ചെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, സേലം, കൃഷ്ണരാജപുരം എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. എഴുത്തുകാരൻ KG ശങ്കരപിള്ളയാണ് പുരസ്കാരത്തിന് അർഹനായത്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ആണിത്. 5 ലക്ഷം രൂപയുടെ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന PR ആണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ പൊള്ളത്തരം പ്രതിപക്ഷം തുറന്നു കാട്ടുമെന്നും നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ. ഇന്നലെ വൈകിട്ടാണ് SIT സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കേരളപ്പിറവി ദിനത്തിൽ ആളുകളെ പറ്റിക്കാനാണ് ഈ പ്രഖ്യാപനമെന്ന് K മുരളീധരൻ വിമർശിച്ചു. ഈ പ്രഖ്യാപനത്തെ കോൺഗ്രസ് ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്നും തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നും K മുരളീധരൻ പറഞ്ഞു. എറണാകുളം തൃക്കാക്കരയിൽ CPI പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPI ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകി. CPIയുടെ 2 സിറ്റിംഗ് സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. അതിദാരിദ്ര്യമുക്തമായി സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ച CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി കേരളത്തിന്റേത് ചരിത്ര നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം രാജ്യത്തെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ചരിത്രം കുറിച്ചിരിക്കുകയാണെന്നും 2ാം പിണറായി സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചുവെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ സമവായ നീക്കം പാളി. സമവായം വേണ്ട എന്ന സർക്കാർ തീരുമാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനം വൈകിപ്പിക്കുന്നതിനെ തുടർന്നാണ് തീരുമാനം. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിനായി ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റി പ്രതിനിധി പിന്മാറി. സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ A സാബുവാണ് പിന്മാറിയത്. താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ. പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. KSRTCക്ക് വേണ്ടി പുത്തൻ പുതിയ വോൾവോ ബസ്സുകൾ കേരളത്തിലെ നിരത്തുകളിലേക്ക് ഉടനെത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുതിയ ബസിന്റെ ചിത്രങ്ങൾ ആദ്യമായി പങ്കുവച്ചത്. KSRTCയുടെ കേരളപ്പിറവി സമ്മാനം എന്ന തലക്കെട്ടോടെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 14 രൂപ കൂട്ടിയിരുന്നു. പാലക്കാട് ദേശീയപാതയിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുന്ന സംഘം പിടിയിലായി. വാണിയമ്പാറയിൽ വെച്ച് 5 അംഗ സംഘം പിടികൂടുകയായിരുന്നു. ഡീസൽ മോഷ്ടിച്ച ശേഷം ഇവർ പോലീസ് വാഹനത്തെയും ഇടിച്ച് നിർത്താതെ രക്ഷപ്പെട്ടു. പോലീസ് പിന്തുടർന്നെത്തിയപ്പോൾ വാഹനം നിർത്തി ഡ്രൈവർ ഇറങ്ങിയോടി. തുടർന്ന് ഇവരെ വടക്കഞ്ചേരി പോലീസ് പിടികൂടുകയായിരുന്നു. UDF അധികാരത്തിലേക്ക് എത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാർ നടത്തിയ സമര പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്. 4 വർഷം മുൻപ് പ്രഖ്യാപിച്ച കാര്യമാണിതെന്നും 2ാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത 1ാമത്തെ തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വായു മലിനീകരണം കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഡൽഹി സർക്കാർ. ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത പഴയ ചരക്ക് വാഹനങ്ങൾക്ക് ഇന്നു മുതൽ ഡൽഹിയിൽ വിലക്കേർപ്പെടുത്തി. BS3 മുതൽ താഴേക്കുള്ള വാഹനങ്ങൾക്കാണ് വായു മലിനീകരണ മേൽനോട്ട സമിതി വിലക്ക് ഏർപ്പെടുത്തിയത്.
ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടുവരികയെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് BJP-യിൽ ചേർന്നതെന്ന് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ. അല്ലാത്തപക്ഷം ജോലി രാജിവെച്ച് പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്നും അണ്ണാമലൈ ചോദിച്ചു. AIADMK-യിലെ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അണ്ണാമലൈ. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരുത്തിയ സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്നു മുതൽ ആധാർ കാർഡ് ഹോൾഡർമാർക്ക് അവരുടെ പേര്, വിലാസം, ജനനതീയതി, മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി തന്നെ സ്വയം പരിഷ്കരിക്കാം. ആധാറിൽ മാറ്റങ്ങൾ വരുത്താനായി ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടിയും വരും. പശ്ചിമ ബംഗാളിനെയും ബംഗ്ലാദേശിനെയും ഒന്നാക്കുമെന്ന BJP MP റാനാഘട്ട് MP ജഗ്നാഥ് സർക്കാരാണ് ബംഗാളിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അതിർത്തികൾ ഇല്ലാതാക്കുമെന്നും ബംഗാളിനെയും ബംഗ്ലാദേശിനെയും ഒന്നാക്കുമെന്നും പ്രസംഗിച്ചത്. പശ്ചിമ ബംഗാൾ BJP ഉപാധ്യക്ഷൻ കൂടിയായ ജഗന്നാഥ് സർക്കാരിന്റെ വിവാദ പ്രഖ്യാപനത്തിൽ കടുത്ത വിമർശനമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP MP ഇത് സംബന്ധിച്ച കത്ത് അമിത്ഷായ്ക്ക് അയച്ചു. BJP MP പ്രവീൺ ഖണ്ഡാവൽ ആണ് കത്തയച്ചത്. ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ നേരിടുന്നത് വൻ കാർഷിക പ്രതിസന്ധി. പാകിസ്ഥാനിലെ 80% കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് 30 ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ 2025 പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം T20 മത്സരത്തിൽ ഇന്ത്യ പരാജയം വഴങ്ങിയതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരം ഇർഫാൻ പത്താൻ. ബാറ്റിംഗ് ഓർഡറിലെ സ്ഥിരമായ മാറ്റങ്ങൾക്കെതിരെയാണ് പത്താൻ തുറന്നടിച്ചത്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിന് സ്ഥിരമായി ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നതും ഇർഫാൻ പത്താൻ ചൂണ്ടിക്കാണിച്ചു. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.